ഹലോ സിനി ഫയൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഏട്ടൻ വേഴ്സസ് പേട്ടൻ, ലാലേട്ടൻ വേഴ്സസ് ദിലീപ് ഏട്ടൻ. പേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് കളിയാക്കിയിട്ടല്ല, പുള്ളിനെ കളിയാക്കി അങ്ങനെ പലരും വിളിക്കാറുണ്ട്. നമ്മൾ ആ ടോണിലല്ല വിളിക്കുന്നത്. രണ്ടും നമുക്ക് ഏട്ടന്മാരാണ്. അപ്പം അത് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഏട്ടൻ പേട്ടൻ എന്ന് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചേക്കരുത്. ദിലീപ് ഫാൻസ് വന്ന് ഇപ്പോഴേ കമൻറ്റ് ബോക്സിൽ എഴുതരുത്. അപ്പോൾ ഈ ഫാൻ ഫൈറ്റിന്റെ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. ദിലീപ് ഏട്ടന്റെ പുതിയൊരു പടം വരുന്നുണ്ട്, ബബ്ബ. നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ആ സിനിമയിൽ ലാലേട്ടന്റെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ സംഭവിക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ ക്രെഡിറ്റിൽ ദിലീപ് ഏട്ടൻ ഒരു 100 കോടിയും അതുപോലെ തന്നെ ഒരു ഹിറ്റും കിട്ടുമെന്നാണ് ലാലേട്ടൻ ഫാൻസ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 100 കോടിയിൽ നിന്ന് 1 കോടി എടുത്ത് ആ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ദിലീപ് ഏട്ടൻ ഫാൻസ് പറയുന്നുണ്ട് കേട്ടാ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫാൻ ഫൈറ്റ് ഇങ്ങനെ പോവുകയാണ്. ദിലീപ് ഏട്ടൻ ഫാൻസിന് ചെറുതായിട്ട് ഈഗോ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാര്യം ലാലേട്ടൻ ഫാൻസ് അങ്ങനെ പറഞ്ഞു, ദിലീപ് ഏട്ടന് ലാലേട്ടൻ്റെ ക്രെഡിറ്റിൽ ഹിറ്റ് കിട്ടുമെന്ന് പറയുന്നത് അവന്മാർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. എങ്ങനെ ദഹിക്കും? കാര്യം ഒരു കാലത്ത് ആരായിരുന്നു? ആനയായിരുന്നു, ചേലയായിരുന്നു, പുലിയായിരുന്നു എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്, ഏത് പേട്ടൻ ഫാൻസ്. പക്ഷേ അത് സത്യമാണ് ഗൈസ്. പുള്ളി ആനയായിരുന്നു, പുലിയായിരുന്നു, ചേനയായിരുന്നു, അതിലൊരു സംശയവും വേണ്ട. കാര്യം ഒരു എനിക്ക് തോന്നുന്നു ഒരു 2000 മുതൽ 2015 വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിലീപ് ഏട്ടൻ്റെ ടൈമായിരുന്നു. ആ സമയത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് റേഷ്യോ ഉള്ളതും ഏറ്റവും കൂടുതൽ 100 ഡേയ്സ് തിയേറ്ററിൽ ഓടിയ സിനിമകളുള്ളതും ഏറ്റവും കൂടുതൽ ക്ലാഷ് റിലീസ് തൂക്കിയിട്ടുള്ളതും ദിലീപ് ഏട്ടൻ തന്നെയായിരുന്നു. ഈ ബിഗ് എംസിൻ്റെ കൂട്ടത്തിൽ ക്ലാഷ് വെച്ച് പുള്ളി തൂക്കിയിട്ടുണ്ട്. വിനോദയാത്ര ഓർക്കുന്നുണ്ടല്ലോ, ചോട്ട മുംബൈ, ബിഗ് ബി, 2 സിനിമകളുടെ ഇടയിൽ നിന്ന് അടിച്ച് തൂക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ വഴിയില്ല. ആ സമയത്ത് നല്ല കിടിലം ഫാൻ ബേസും അതുപോലെ തന്നെ നല്ല ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ടും, അതായത് മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ദിലീപ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിന് തെളിവാണ് 2010 ശേഷമുള്ള ദിലീപിൻ്റെ ഒരു ഫിലിമോഗ്രഫി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2010 കാര്യസ്ഥൻ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, പാപ്പിയപ്പച്ച, ബോഡി ഗാർഡ്, ഈ 4 ചിത്രങ്ങളാണ് വൻ വിജയങ്ങളായത്. അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മായാമോഹിനി, എനിക്ക് തോന്നുന്നു ക്ലാഷ് റിലീസ് അല്ലായിരുന്നെങ്കിൽ മായാമോഹിനി ആ സമയത്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് ടാഗ് തൂക്കിയേനെ, ദൃശ്യത്തിന് മുമ്പേ തന്നെ തൂക്കിയേനെ. അത് എന്തോ സംഭവിച്ചില്ല, പോട്ടെ. നാടോടി മന്നൻ, വെൽക്കം ടു സെൻട്രൽ ജയിൽ, 2 അപരാധ പടങ്ങളാണ് കണ്ടിട്ടുണ്ടാകും. ആ സിനിമകൾ പോലും ബോക്സ് ഓഫീസിൽ വിൻ ചെയ്യിപ്പിച്ച ഒരു നടനാടേ ദിലീപ്. കേസ് വന്ന ടൈമിൽ രാംലീല ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ. അപ്പോൾ അത്രയും വലിയ ഓളം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഇപ്പം ഏട്ടൻ ഫാൻസ് കമ്പയർ ചെയ്യുന്നത് കുഞ്ചാക്കോവിൻ്റെ അത്ര പോലും ബോക്സ് ഓഫീസ് പവർ ഇല്ല, ആസിഫ് അലിയുടെ ഗ്രോസ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. ഈ കുഞ്ചാക്കോവനും ആസിഫ് അലിയൊക്കെ എന്നാണ് ഈ ഗ്രോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്? 2015 2 കൺട്രീസിലൂടെ ഏകദേശം 50 കോടിയോ 50 കോടിക്ക് മേളിലോ കളക്ഷൻ ഇട്ട ആളാണ് ദിലീപ്. ആ കളക്ഷനൊക്കെ ഈ പറഞ്ഞ ആളുകളൊക്കെ കാണുന്നത് ഈ 2-3 വർഷത്തിൻ്റെ ഇടക്കാണ്. അപ്പം ഏട്ടൻ ഫാൻസും ട്രോളുമ്പോൾ നോക്കി ട്രോളുക, ദിലീപ് ഏട്ടൻ ഫാൻസും ട്രോളുമ്പോൾ നോക്കി ട്രോളുക. കാര്യം നിങ്ങളിപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മോളിവുഡിലെ ഒട്ടുമിക്ക എല്ലാ റെക്കോർഡുകളും തൻ്റെ കാൽ കീഴിൽ അടക്കി വെച്ചിരിക്കുന്ന ലാലേട്ടനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രോൾ ഉണ്ടാക്കുമ്പോൾ ലാലേട്ടൻ ഫാൻസിന് പൊളിയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് നിങ്ങളും നോക്കുക. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെങ്കിൽ ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നൊരു ബൂസ്റ്റ് അത് ഭയങ്കരമായിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. നല്ല ഇനീഷ്യൽ പുള്ളുണ്ടാകും. പിന്നെ പടം അടിപൊളിയാണെങ്കിൽ ഒന്നും പറയാനില്ല, തകർത്തടിക്കും. ഞാനിങ്ങനെ പറയുമ്പോൾ കണ്ണപ്പേനെ പറഞ്ഞിട്ട് വരണ്ട. കണ്ണപ്പേനെ കുറിച്ച് ഞാനും കഴിഞ്ഞ വീഡിയോ ഒന്ന് പറഞ്ഞായിരുന്നു. കണ്ണപ്പ വേറെ, അത് അതർ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിൽ ലാലേട്ടൻ ഗസ്റ്റ് റോൾ വന്നു കഴിഞ്ഞാൽ തകർക്കും. അതിനൊരു സംശയവും വേണ്ട, തകർക്കും. അപ്പോൾ ഈഗോയൊക്കെ 2 ഫാൻസും മാറ്റി വെച്ചേക്ക്. പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ ഫാൻസും ഈ അവസ്ഥയിൽ ലാലേട്ടൻ ഫാൻസിനെ ഒടക്കിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഒരു പക്വതപരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഈ അവസരത്തിൽ എല്ലാ ഫാൻസിനും സപ്പോർട്ടാണ് ദിലീപ് ഏട്ടൻ ആവശ്യം. അപ്പോൾ ദിലീപ് ഏട്ടനെ അനാവശ്യ ഹേറ്റ് നിങ്ങളായിട്ട്, ദിലീപ് ഫാൻസായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. കാര്യം ഞാനൊക്കെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ആരാധിച്ചിരുന്ന, നമ്മുടെയൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡ് അവിസ്മരണീയമാക്കിയ ഒരു നടനാണ് ദിലീപ്. ആ വ്യക്തിയുടെ ഹ്യൂജ് കംബാക്കിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. നല്ലൊരു കംബാക്ക് ഉണ്ടാകട്ടെ, അടിച്ച് തകർക്കട്ടെ പുള്ളി വന്ന്. പണ്ടത്തെ പോലെ തൊടുന്നതെല്ലാം ഹിറ്റാകുന്ന ഒരു ദിലീപ് മാജിക് അത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഉണ്ടാകട്ടെ. അതിൻ്റെ ഒരു ചെറിയൊരു സിഗ്നൽ പുള്ളി തന്നിട്ടുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി. ഞാൻ ആ സിനിമ കാണുന്നതിന് മുമ്പ് ഞാനും അത് പോകണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ച് തിയേറ്ററിൽ മിസ്സായി കളഞ്ഞൊരു സിനിമയാണ്. കാര്യം അമ്മാതിരി ഡീഗ്രേഡിങ് ആയിരുന്നല്ലോ. പക്ഷേ OTT കണ്ടതിന് ശേഷം എനിക്ക് തോന്നി അത്രമാത്രം ഡീഗ്രേഡിങ് ആ സിനിമ അർഹിച്ചിരുന്നില്ല. എങ്കിലും ദിലീപ് ഏട്ടൻ ആ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റാക്കിയിടെ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ തൊടുന്നതെല്ലാം ഹിറ്റാക്കുന്ന ഒരു മാജിക് ആവർത്തിക്കട്ടെ. ലാലേട്ടൻ ഫാൻസിനോടൊന്നേ പറയാനുള്ളൂ, ലാലേട്ടൻ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഹ്യൂജ് ഒരു എന്താ പറയുക, ഒരു ടോപ്പ് പീക്ക് ലെവലിൽ നിൽക്കുകയാണ് മോളിവുഡിൽ. ഇപ്പോൾ ബോക്സ് ഓഫീസ് എടുത്ത് നോക്കുകയാണ്. പുള്ളി പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അതിനൊരു കുറവില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനെ നിങ്ങൾ ദിലീപുമായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് പഠിക്കേണ്ട, ഡയലോഗ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ എന്തായാലും
കംബാക്ക് ഉണ്ടാകട്ടെ. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇടുക, കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.